അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഉഹദ് യുദ്ധത്തിൻ്റെ വേളയിൽ 50 അമ്പെയ്ത്തുകാരെ പർവ്വതത്തിൻ്റെ മുകളിൽ നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ യുദ്ധം ചെയ്തു. ആ മലയിടുക്കിലൂടെ ആരെങ്കിലും കയറി വരികയാണെങ്കിൽ അവരെ അമ്പെയ്തു തോൽപ്പിച്ച് തിരിച്ചയക്കണമെന്ന് ആ ആളുകളോട് ആവശ്യപ്പെട്ടു. ചരിത്രത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങളുടെ ശവങ്ങൾ കഴുകന്മാർ കൊത്തിക്കൊണ്ടുപോയാലും നിങ്ങൾ അവിടെ നിന്നും താഴത്തേക്ക് ഇറങ്ങരുതെന്ന ഒരു വലിയ താക്കീത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. എന്നാൽ ആ പ്രവാചകൻ്റെ സഹാബത്ത് അവരുടെ ഒരു ദുർബല നിമിഷത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥ വരികയും യുദ്ധത്തിൻ്റെ ഗതികൾ വളരെ രൂക്ഷമാവുകയും എന്നിട്ട് യുദ്ധം വിജയിച്ച ഒരു യുദ്ധം വീണ്ടും പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്കുപറ്റി. കുറേ സഹാബികൾ ഷഹീദായി. യുദ്ധം പരാജയപ്പെട്ടുവെന്ന് ഊറ്റം കൊണ്ടു ഖുറൈശികൾ. ഇവിടെ ആ യുദ്ധത്തിൻ്റെ അവലോകന യോഗത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമ്പെയ്ത്തുകാരുടെ ഈ ഇറങ്ങിപ്പോരലിനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല. ആ സമയത്ത് ആല ഇമ്രാനിലെ 159 ആയത്ത് അല്ലാഹു തആല ഖുർആനിൽ ഇറക്കി. ആയത്തിങ്ങനെയാണ്: ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് നീ അവരോട് സൗമ്യമായി പെരുമാറുന്നത്. വലൗ കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. പരുഷമായ സ്വഭാവമോ കഠിനമായ ഹൃദയമോ താങ്കൾക്കുണ്ടായിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും അവർ നിൽക്കില്ലായിരുന്നു. ഇവിടെ പരുഷത, അതേപോലെ കഠിന ഹൃദയം, സൗമ്യതയില്ലായ്മ, ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും ചുറ്റും നിൽക്കുന്ന ഇതിൽ നിന്ന് അകന്നു പോകാനും, സൗമ്യതയുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും അടുപ്പിച്ച് നിർത്താനും, പരുഷതയുണ്ടെങ്കിൽ അവരെല്ലാം അകന്നു പോകാനും കാരണമാകും എന്നീ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരാൾ തെറ്റു ചെയ്താൽ അയാളെ അകറ്റി നിർത്തണോ അടുപ്പിച്ച് നിർത്തണോ എന്നതാണ് ചോദ്യം. ശരിക്ക് തെറ്റുകൾ ചെയ്യുന്നത് പല നിലക്കുമാകാം. ധിക്കാരപരമാകാം, അനുസരണമില്ലായ്മയാകാം, അല്ലെങ്കിൽ അബദ്ധത്തിലാകാം. ഏതായിരുന്നാലും തെറ്റ് ചെയ്തവനോട് പെരുമാറേണ്ട പെരുമാറ്റം ഇതിൽ പറയുന്നുണ്ട്. ഫഅഫു അൻഹും, അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതുമാത്രം പോരാ, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടണം. വശാവിറുഹും ഫിൽ അംർ, ഇനിയും കാര്യങ്ങൾ അവരോട് കൂടിയാലോചന നടത്തണം. അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ അവരുടെ തിരിച്ചറിവിനെപ്പറ്റി അവരോട് ചോദിച്ചു, അവരോട് ചർച്ച ചെയ്ത്, ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും അവരോട് ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കാര്യം വിട്ടുകൊടുത്തു എന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി അങ്ങനെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമെടുത്താൽ ഫൈദ അസംത, ഈ ഒരു തീരുമാനത്തിലെത്തിയാൽ ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഈ മിക്ക ചീത്ത പറയലിനും ദേഷ്യപ്പെടലിനും അല്ലെങ്കിൽ പരുഷമായുള്ള പെരുമാറ്റത്തിനും കഠിനമായ ഹൃദയം കൊണ്ട് കുത്തി നോവിക്കുന്നതിനും ഒക്കെ കാരണം തവക്കുലില്ലായ്മയാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന് പകരം വ്യക്തികളിൽ ഭരമേൽപ്പിക്കുമ്പോൾ അവരിൽ നിന്നും വേണ്ട റിസൾട്ട് കിട്ടാത്തുമ്പോൾ അവിടെ ആകെ പതറിപ്പോകുന്ന സമയത്താണ് പരുഷതയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തവക്കിലീൻ, അള്ളാഹു തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളുടെ പ്രശ്നം അള്ളാഹു തീർത്തു തരും. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ അബദ്ധം ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് തീർക്കാനുള്ള എളുപ്പമാർഗം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യലും
അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലും അയാൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടലും അയാളോട് തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യലുമാണ്. അങ്ങനെ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാവണം. കുടുംബത്തിൽ ഏറ്റവും മാന്യമായി സൗമ്യതയോടുകൂടി പെരുമാറുന്ന ആളുകളായി മാറിയാൽ വലിയ മാറ്റമാണ് കുടുംബത്തിലുണ്ടാവുക, വലിയ സമാധാനമാണ് കുടുംബത്തിൽ പ്രത്യക്ഷപ്പെടുക, വലിയ വെളിച്ചമാണ് ആ വീട്ടിനുണ്ടാവുക. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ക്ഷമ അതുതന്നെയാണ് സൽസ്വഭാവത്തിൻ്റെ ആണിക്കല്ല്. ആ ക്ഷമയുടെ ആണി ഇളകിയാൽ അതോടുകൂടി അക്ഷമ പ്രത്യക്ഷപ്പെടുകയും അത് ദേഷ്യവും കോപവും വെറുപ്പും വിദ്വേഷവുമായി മാറി നമ്മളെ തന്നെ തിരിച്ചുപദ്രവിക്കുന്ന കാര്യമായി മാറി മുന്നോട്ട് പോകും. അല്ലാഹു തആല നല്ല ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അവൻ നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.